4 സീസൺ, 3 പ്ലേ ഓഫ്, 2 ഫൈനലുകൾ, 1 കിരീടം. ചരിത്രം സൃഷ്ടിക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടെന്ന് തെളിയിച്ച സംഘം IPL 19 പതിപ്പിലേക്ക് കടക്കുമ്പോൾ 5ാമത്തെ സീസൺ മാത്രം കളിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ലക്ഷ്യമിടുന്നത് തങ്ങളുടെ 2ാം കിരീടം. IPL-ൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകളിൽ ഒന്നാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ഇതുവരെ 4 സീസണുകൾ മാത്രം കളിച്ച ടൈറ്റൻസ് 3 തവണയും പ്ലേ ഓഫിന് യോഗ്യത നേടുന്നുള്ളത് പോലും അവരുടെ കരുത്ത് വ്യക്തമാക്കുന്നുണ്ട്. 2024 തിരിച്ചടിയിൽ നിന്നും ബൗൺസ് ബാക്ക് ചെയ്ത ഗുജറാത്ത് ടൈറ്റൻസ് കഴിഞ്ഞ സീസണിൽ എലിമിനേറ്ററിലായിരുന്നു പുറത്തായത്. ഇക്കൊല്ലത്തെ IPL-ൽ എന്ത് വില കൊടുത്തും കപ്പടിക്കാൻ ഇറങ്ങുന്ന ടീമുകളിൽ ഒന്നാണ് ഗുജറാത്ത് ടൈറ്റൻസും. ഇന്ത്യൻ T20 ടീമിന് പുറത്തുള്ള ശുഭ്മൻ ഗില്ലിനും ടൈറ്റൻസിനെ കപ്പിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ സീസൺ കളിച്ച ടീമിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഗുജറാത്ത് ഇക്കുറി വരുത്തിയിട്ടില്ല. ബാറ്റിംഗിൽ ക്യാപ്റ്റൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ എന്നിവരിൽ തന്നെയാകും ഇക്കുറിയും ഗുജറാത്തിന്റെ റൺ പ്രതീക്ഷകൾ. കഴിഞ്ഞ സീസണിലും ഈ മൂവർ സംഘത്തിന്റെ ഫോമിലായിരുന്നു ഗുജറാത്തിന്റെ കുതിപ്പ്. ഇക്കുറി ഇവർ ക്ലിക്കായില്ലെങ്കിൽ ഗുജറാത്തിന് നന്നായി പാടുപെടേണ്ടി വരും. മധ്യനിരയിൽ മികവ് തെളിയിച്ച താരങ്ങളില്ല എന്നുള്ളത് ഗുജറാത്തിന് തലവേദനയാണ്. കിവീസ് ഓൾറൗണ്ടർ ഗ്ലെൻ ഫിലിപ്സിന്റെ വരവ് ടീമിന്റെ ബാറ്റിംഗ് യൂണിറ്റിന് ഗുണം ചെയ്യുമോ എന്നതും കണ്ടറിയണം. അനുഭവ സമ്പത്തും യുവത്വവും ചേരുന്ന പേസ് ബോളിംഗ് നിരയും ടീമിന്റെ പ്രധാന ആകർഷണമാണ്. ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് നയിക്കുന്ന പേസ് നിരയിൽ പ്രസീദ് കൃഷ്ണ, കഗീസോ റബാഡ, ഇഷാന്ത് ശർമ്മ തുടങ്ങിയവരെല്ലാം അണിനിരക്കും. കഴിഞ്ഞ 2 സീസണിലും മികവ് കാട്ടാനായില്ലെങ്കിലും അഫ്ഗാൻ താരം റാഷിദ് ഖാൻ തന്നെയാകും ഇക്കുറിയും ടീമിന്റെ എക്സ് ഫാക്ടർ. ഇന്ത്യയുടെ T20 ഫോർമാറ്റിന് ചേർന്നൊരു ബാറ്ററാണ് താനെന്ന് തെളിയിക്കാൻ ശുഭ്മൻ ഗില്ലിന് ലഭിക്കുന്ന ഒരു അവസരമായിരിക്കും ഇക്കൊല്ലത്തെ IPL. ആ വേദിയിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി ഗിൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ വഴിയൊരുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം.